നമസ്കാരം. നമ്മൾ ഇത്രയും ദിവസം അഴിമതി എന്ന കാര്യങ്ങളൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇപ്പം ഞാൻ നിങ്ങളോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അഴിമതി എന്താണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്തുവാടാ ഇയാൾ എപ്പം നോക്കിയാൽ അഴിമതി അഴിമതി എന്ന് പറയുന്നത്. ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ചേട്ടന്മാരും എന്നെ വിളിച്ചു സംസാരിച്ച് പറഞ്ഞു, നീ അഴിമതിയെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന്. അപ്പം ഞാൻ അവരോട് യോജിക്കുകയാണ്. അഴിമതി എന്നു വെച്ചാൽ നമുക്ക് ബഹുഭൂരിഭാഗം അമ്മമാർക്കും സഹോദരിമാർക്കും അച്ഛന്മാർക്കും എന്തുകൊണ്ട് ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പോലും അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ അറിയണം. അഴിമതി എന്താണ്? സിമ്പിൾ. അതായത് അധികാര ദുർവിനിയോഗം. ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ അധികാര ദുർവിനിയോഗം. ഉദാഹരണം, ഒരു വാർഡ് മെമ്പർ എടുക്കാം. എങ്ങനെയാ വാർഡ് മെമ്പർ എടുക്കാം? ഗ്രാമസഭ കൂടുന്നുണ്ട്, കുറേ ആൾക്കാർ വീടിനും ബാത്റൂമിനും തൊഴുത്തിനും എല്ലാ കട്ടിലിനും എല്ലാം അപേക്ഷ കൊടുക്കുന്നത്. അതിൽ 90% ആൾക്കാരും അർഹതപ്പെട്ടവരായിരിക്കും. ഒരു 10% ആൾക്കാർ സർക്കാർ തലത്തിൽ ജോലി ചെയ്ത് റിട്ടയർഡായ വ്യക്തികളായിരിക്കും. അവർക്ക് 2 മക്കളായിരിക്കും. അവർക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വാർഡ് മെമ്പർ ഈ അപേക്ഷകളിലിരുന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിലുള്ളവർക്ക് വീട് കൊടുക്കാം, കട്ടിൽ കൊടുക്കാം, ബാത്റൂം കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഒരു അഴിമതിയാണ്. അത് പാർട്ടി നോക്കി ചെയ്താലും മനുഷ്യർ നോക്കി ചെയ്താലും അർഹത ഉണ്ടായിട്ടും ഒരാളെ അവഗണിച്ചുകൊണ്ട് അർഹത ഇല്ലാതെ അല്ലെങ്കിൽ ആ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഈ മെമ്പർ വീട് കൊടുക്കുന്നത്, കട്ടിൽ കൊടുക്കുന്നത്, തൊഴുത്ത് കൊടുക്കണം, ബാത്റൂം കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് അയാൾ ചെയ്യുന്നത് അഴിമതിയാണ്. അതിന് നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ട്. എന്താ ചോദ്യം ചെയ്യാനുള്ളത്? ഒന്ന്, ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് നിങ്ങൾ പരാതി കൊടുക്കാം. രണ്ടാമത്, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം. മൂന്നാമത്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഓംബുഡ്സ്മാനുക്ക് പരാതി കൊടുക്കാം. നിങ്ങളുടെ ലിസ്റ്റിൽ പേര് വന്നിട്ടും നിങ്ങൾ അർഹത ഉണ്ടായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാനുക്ക് നിങ്ങൾ പരാതി കൊടുക്കാം. ഇവിടെ പാലക്കാട് സിവിൽ സ്റ്റേഷനിലുണ്ട്, പാലക്കാട്ടിലുണ്ട്, പഞ്ചായത്ത് ഓംബുഡ്സ്മാനുണ്ട്. നിങ്ങൾക്ക് അവിടെ പരാതി കൊടുക്കാം. ശരി, ഈ അഴിമതിയിലെ എത്ര തരത്തിലുള്ള അഴിമതിയാണുള്ളത്? ഒന്ന്, പബ്ലിക് അഴിമതി, പൊതുസമൂഹത്തിൽ നടക്കുന്ന അഴിമതി. രണ്ടാമത്, പ്രൈവറ്റ് സെക്ടർ അഴിമതി, പ്രൈവറ്റ് കമ്പനികളിൽ നടക്കുന്ന അഴിമതി. നമ്മൾ 90% ഭൂരിഭാഗം ആളുകളും നേരിടുന്നത് സർക്കാർ സ്ഥലങ്ങളിലാണ് നമ്മൾ അഴിമതി നേരിടുന്നത്, അവഗണന നേരിടുന്നത്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഉന്നത ഉദ്യോഗസ്ഥലത്തിലുള്ള അഴിമതി. രണ്ടാമത്, താഴെത്തട്ടിലെ അഴിമതി. ഈ രണ്ടിനും ചുക്കാൻ പിടിക്കുന്നത് രാഷ്ട്രീയ അഴിമതി. ഈ 3 തരത്തിലാണ്. സിമ്പിളായിട്ട് ഞാൻ പറയാം. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അഴിമതി, അവരുടെ താഴെത്തട്ടിലുള്ളവർ ചെയ്യുന്ന അഴിമതി. ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും. ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്ന്, രാഷ്ട്രീയത്തിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ചെയ്യുന്ന അഴിമതി. അതിന് ബെസ്റ്റ് ഉദാഹരണം, നല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പാർലി പഞ്ചായത്തിലെ യുവജന കമ്മീഷൻ ഒരു ഓഫീസുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇടത്തര സ്കൂളിൻ്റെ അടുത്തുണ്ട് ആ ഓഫീസ്. നമ്മൾ പാർലി ഫാമിലി ഹെൽത്ത് സെൻറ്റർ, കിനാവല്ലൂർ ഹോമിയോപ്പതി, പാർലി പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ ആയുർവേദം, 5-ാം മൈൽ ഹോമിയോപ്പതി, പിന്നെ തേനൂരിലൊരു ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററുകൾക്കൊക്കെ നമ്മുടെ പാർലി പഞ്ചായത്ത് ഫണ്ട് തരുന്നതാണ്. പിന്നെ അംഗൻവാടിയിലേക്ക്
42 അംഗൻവാടി. ഇതിലൊക്കെ ഒരു വിഹിതം നമ്മുടെ പറളി പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് തരുന്നതാണ്. അപ്പം ഈ തരുന്ന ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങളിൽ നിയമനം വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് പഞ്ചായത്തിന് ഒരു മേൽക്കൈയുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ജലനിധി ഒരു പ്രോജക്റ്റാണ്, ജൽജീവൻ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ വേണമെങ്കിൽ ഇവർക്ക് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ബോർഡ് മീറ്റിംഗ് കൂടെ തീരുമാനിച്ച്, അതായത് സ്ഥിരമായിട്ടല്ല, താൽക്കാലികമായിട്ട്, അതായത് 3 മാസം 6 മാസത്തിന് വേണ്ടി ഒരാളുകളെ നിയമിക്കാം. മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഡെയിലി വേജസ് എന്ന് പറയും, ഇവർക്ക് പരിഗണിക്കാം, നിയമിക്കാം. അതിന് വിരോധമില്ല. പക്ഷെ നിരന്തരം, അതായത് സ്ഥിരമായിട്ട് ഇവർക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ നിയമിക്കണമെങ്കിൽ ഈ പഞ്ചായത്തിലുള്ള ബോർഡ് മീറ്റിംഗ് അംഗങ്ങളോ പ്രസിഡന്റോ സെക്രട്ടറിയോ വാർഡ് മെമ്പറോ പോരാ. ഇവർ നിയമപരമായിട്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിക്ക് കത്ത് കൊടുക്കണം. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര വേക്കൻസി ഉണ്ട്, ഇന്ന വേക്കൻസി ഉണ്ട്, അതിന് സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ലിസ്റ്റ് തരണമെന്ന് ആവശ്യപ്പെടണം. ആ സീനിയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇൻ്റർവ്യൂ വിളിക്കണം. അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണോ യുവജന കമ്മീഷനിലെയും ഫാമിലി ഹെൽത്ത് സെൻ്ററിലെയും കിനാവലൂർ ഹോമിയോപ്പതിയിലെയും ആയുർവേദത്തിലെയും 5 മൈൽ ഹോമിയോപ്പതിയിലെയും അല്ലാതെ സെൻ്ററുകളിലെയും അംഗൻവാടികളിലെയും ഇവർ പോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത് എന്ന് പൊതുജനങ്ങളായ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ മനസ്സിലാകും ഉന്നത ഉദ്യോഗസ്ഥലത്തിലെയും താഴെത്തട്ടിലുള്ളവരും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ പറളി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരോടും ഇനി വരാൻ പോകുന്ന ഭരണസമിതിയോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പഞ്ചായത്തിൻ്റെ മുന്നിൽ വിജിലൻസിൻ്റെ പരാതി പെട്ടി വയ്ക്കാൻ തയ്യാറാണോ? ഈ പഞ്ചായത്തിൻ്റെ മുന്നിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? പഞ്ചായത്തിൻ്റെ മുന്നിൽ നിങ്ങൾ വിജിലൻസ് പരാതി പെട്ടി സ്ഥാപിക്കാൻ തയ്യാറാണോ? ഈ പരാതി പെട്ടി തുറക്കുന്നത് ഒരു വിജിലൻസ് ഓഫീസറായിരിക്കണം. അതിനൊരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടാവണം. ആ മിനിറ്റ്സ് ബുക്കിൽ എത്ര പരാതിയാണ് അവിടെ പരാതി പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഇട്ടിട്ടുണ്ട്, എന്താണ് പരാതി എന്ന് പറയുന്ന ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടാകണം. അത് രഹസ്യ സ്വഭാവമായിട്ട് സെക്രട്ടറി മാത്രം അറിയുന്ന ഒരു പരാതി പെട്ടിയായിരിക്കണം. അങ്ങനെ ഒരു പരാതി പെട്ടി സ്ഥാപിക്കാൻ നമ്മുടെ പഞ്ചായത്ത് മുൻവരുമോ? ഇനി വരാൻ പോകുന്ന ഭരണസമിതി മുൻവരുമോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പറളിയിൽ 5 കൊല്ലം കൊണ്ട് ഈ അഴിമതി അവസാനിക്കും. അല്ലെങ്കിലും പൊതുജനങ്ങൾ നിങ്ങളുടെ അഴിമതിയെ അവസാനിപ്പിക്കും. അതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ അഴിമതി അവസാനിച്ചിട്ട് പൊതുജനങ്ങൾ അടങ്ങത്തുള്ളൂ. അതിന് തുടക്കം കുറിച്ചത് മാത്രമാണ്, ഇപ്പോൾ തുടക്കമാണ്. ഇനി പണ്ടത്തെമാരെ ഇനി പെട്രോൾ പമ്പ് വരുവാണെങ്കിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ പലതും തരണേ അയ്യപ്പ എന്ന് പോയിട്ട് കൈനീട്ടാൻ പറ്റില്ല. റോഡ് പണി കോൺട്രാക്റ്റ് ആണെങ്കിൽ ഓൺലൈൻ കോൺട്രാക്ടർ ആണെങ്കിലും ഇന്ന കോൺട്രാക്റ്റൊക്കെ കൊടുക്കണം എന്ന് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല. ഇനി വരുന്ന 5 കൊല്ലം നിങ്ങൾക്ക് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരാൾക്ക്, നിങ്ങളുടെ പ്രത്യേകപ്പെട്ട ആളുകൾക്ക് മാത്രം റോഡ് പണി കൊടുക്കാനും 10 ലക്ഷം രൂപ ആണെങ്കിൽ 5-6 ലക്ഷം വകത്തിൻ്റെ പണിയെടുത്തിട്ട് ബാക്കിയുള്ളത് പാക്കറ്റിലിടാനും ആ വക പരിപാടി ഇനി നമ്മുടെ പറളി പഞ്ചായത്തിൽ നടക്കില്ല. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് പിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ കൂടെ ഇങ്ങനെ ഒരുത്തൻ ഇത് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതോടൊപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, പറളി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്കും ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ഭരണസമിതിക്കും ഒറ്റ ഒരു ചോദ്യം, നിങ്ങൾ വിജിലൻസ് പരാതി പെട്ടി പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ തയ്യാറാണോ?